വെളുപ്പിച്ചാലും ഞമ്മള് വെളുക്കാന്നല്ലാതെ പാത്രം വെളുക്കൂല. ഇതാണിപ്പ അവസ്ഥ. പാത്രമൊക്കെ പിന്നെ മോറ കുറച്ചൊരു റീൽസ് കണ്ട് കുത്തർക്കണം, എന്നാലേ പിന്നെയും പണിയെടുക്കാൻ ഒരു എനർജി ഉണ്ടാവുള്ളൂ. എന്റെ അമ്മേ സൂറാബി താത്ത അതെപ്പോ എന്ന് പോയി? റിയാസാക്ക ഇമ്മ അങ്ങോട്ട് മണ്ടി വരി. എന്താണ് ഇങ്ങോട്ട് വരിന്നേ. ഓട്ടാട ചട്ടിയായിട്ട് പൊട്ടിച്ചിട്ടുണ്ടാവും, അതേ കഥ വിളിച്ചാർക്കുണ്ട്. എത്താ കുഞ്ഞോളച്ച് വിളിച്ച് നിലവിളിച്ചിണ്ട്? അന്റെ കജ്ജ് പൊള്ളിയാ? അതല്ലമ്മ, അയൽവാസി സൂറാബിയാത്ത കൊടുക്കുവായതാ. സൂറാബിയാത്ത പിന്നെ അഞ്ചത്തിന്റെ മോള് പെറ്റെടുക്കുന്നോടത്തേക്ക് പോയത് നോക്കാൻ ആളില്ലായിരുന്നപ്പോ. എന്നാലും അവ വിശ്വസിച്ച് കുത്തർന്നോളി. സൂറാബിയാത്ത ഐസുമലിയിലെത്തി. സൂറാബിയാത്ത ടൂറ് പോയതാണ് ഐസുമലിക്ക്. അതാര് പറഞ്ഞു? ആജറ, സഫിയ, സെക്കീന, ജമീല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഐസുമലി ഇന്നുകാണ്ട് വീഡിയോ ഇട്ടേക്കണു. നിങ്ങളെ പേര് പറഞ്ഞിട്ടുമില്ല. തന്നെ ഇങ്ങോട്ട് കാട്ടിക്കാ പോണ് കുഞ്ഞാപ്പുവോ? ഇവിടെ വന്ന എന്നാലും എന്റെ അമ്മ യൂറിക് ആസിഡ് ആയിട്ട് നടന്ന സൂറാബിയത്താണല്ലോ ആ മഞ്ഞുമലിയില്. കുഞ്ഞാളെ ഇത് സൂറല്ലല്ലോടി. ഓളിപ്പോ ഈ ഐസമലിക്കൊക്കെ പോവോ? സൂറാബിയത്ത് ബഹിരാകാശത്തൊക്കെ പോവുഞ്ഞി. പൊന്നാരമ്മ ഞമ്മക്കന്നെ നേരം വെളുക്കാത്തുള്ളൂ. എന്നെക്കൊണ്ട് ഇനി വെജട്ടാ. ഓള് അയൽക്കൂട്ടത്തുനിന്നേ പൈസ എടുത്തുകാണ്ടാണ് ഓള് പെയ്ക്കണ്ട്. അപ്പൊ അഞ്ചത്തിന്റെ മോള് പെറ്റെടുക്കാണ്, അതിന് കുറച്ച് കായും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ 4 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നാ ഓള് എന്നോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ? ആ ഇവിടെ നോക്ക കുഞ്ഞാപ്പോ, ഇച്ച് തല മിന്നുണ്ട്, കജ്ജും കാലും തളരും. അതൊന്ന് കണ്ടാളെ. വർത്താനം എത്താ ഫോണില്? പൊന്നാര മനേജതൊന്ന് കണ്ടോക്കെ. ഞാനൊന്ന് കണ്ടാട്ടെ. നമ്മളെ സൂറാബിയാത്തല്ല, അയൽവാസി സൂറാബിയാത്ത. ഫ്രണ്ട്സ് ആദറ, സഫിയ, നസീമ, സക്കീന, നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ. എന്താ രസം! എന്താ ഞാൻ റിച്ചുവിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ? വന്നടി മക്കളെ. ഇതൊക്കെ നാട്ടിൽ നിന്ന് ഈ വയസ്സാം കാലത്ത് കണ്ടില്ലേ? ഈ 55 വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞിക്കിടക്കുന്ന ഇത്ര നല്ല രസകട കിട്ടാനോ മക്കളെ? വന്നളി മക്കളെ ഈ അവിടത്തേക്ക്. ഞങ്ങൾ വരുമ്പോലെ ഇനിയും ഞങ്ങൾ ഇവിടെ വരും. റിച്ചുവിന്റെ കൂടി സൂപ്പറാടി, സൂപ്പറാ. അല്ല നിങ്ങളൊക്കെ പോണു? അല്ല ഞാൻ പോവില്ല. ഇമ്മ റിയാസാക്ക മുങ്ങാണ്. അല്ല ഇച്ചു തോന്നുന്നുണ്ട് സൂറാബിയാത്തന്റെ അഞ്ചത്തിയാണോ? സൂറാബിയാത്തൊക്കെ ഇവിടെ അഞ്ചത്തി മുണ്ടാതെ പെയ്ക്ക അവിടുന്ന്. സൂറാബിയാത്ത അഞ്ചത്തി ഒന്നും ഇല്ലല്ലോ അപ്പൊ? ഇല്ലല്ല, ആണെങ്കിൽ വാടകൊക്കെ ഉണ്ട. പൊന്നാരമ്മ സൂറാബിയാത്തന്റെ ആമക്കൊക്കെ എന്തോ ഒരു സ്നേഹമാണ് അതിനോട്. പക്ഷെ ഇവിടുത്തെ നിങ്ങളെ മോനക്ക് നിങ്ങളോട് ഒരു സ്നേഹവും ഇല്ലട്ടാ. അത് ഉറപ്പാണ്, 100%. കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് ഊട്ടി കാണിച്ചരാന്ന് പറഞ്ഞ് മിനി ഊട്ടിക്ക് കൊണ്ടുപോയ മനസ്സിനല്ലേ നിങ്ങള്? അല്ല കുഞ്ഞോളെ, മിഞ്ഞാന്നല്ലേ സൂറാബിയാത്ത് ഇവിടെ വന്നീനു? ആ വന്നീനു. അപ്പോഴല്ലേ കാലടിച്ചിലാണ് കുട്ടിക്കുളങ്ങര തൈലം കണ്ട് എടുത്ത് കാട്ടിക്കാന്നൊക്കെ പറഞ്ഞു ചുടുത്തൊടുത്തീനു. ഞാൻ 2 കാലം ഒഴിഞ്ഞു കൊടുത്തേക്കണല്ലോ. ഞാൻ കണ്ടു, ഇവിടെ ഇരുന്ന് തേക്കണും കണ്ടീനു. പിന്നെ ഇപ്പൊ എങ്ങനെ ആ ഒരു വൈക്ക് മല കയറി അത് ഐസുമലയിലൊക്കെ നിക്കുമ്പോ കാല് വെറുങ്ങൊലിച്ചുകൊണ്ട് കാലുവേദന കൂടൂലേ? അതൊക്കെ പണ്ടല്ല കുഞ്ഞാപ്പോ, ഇപ്പൊ കാല് ഐസില് വെക്കണമെന്നാ. ഇമ്മ ഇന്റെ അമ്മാനൊന്നും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകില്ല. ഇന്റെ അമ്മാന് ടൂറ് കൊണ്ടോണ്ടില്ലാതെ ചെലവിലേക്കാരും പിന്നെ ആസ്പത്രി കിടക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും ഉണ്ടാവൂല. അല്ല അപ്പൊ നിങ്ങക്ക് കാലടിച്ചിലൊക്കെ ഇല്ലേ? ഡോക്ടർ പറഞ്ഞോണു തണുപ്പ് തട്ടിയ കാലുവേദന മാറുന്നു. തണുപ്പ് തട്ടിയാ മാറുന്നോ? ഏത് ഡോക്ടർ? അങ്ങനെ ഒരു ഡോക്ടറൊക്കെ ഉണ്ട് ഇപ്പൊ. അതന്നെ അമ്മ പറഞ്ഞു കൊടുക്ക, ഏതൊക്കെ അറിയണം. കുഞ്ഞോളച്ചിപ്പോ ഉമ്മാന്റെ ഒപ്പം കൂടിയാ? ഓളെ ഇന്റെ മരോളാണ്, ഞാൻ മോളെ പോലെ കണ്ട്. ഇപ്പൊ നിങ്ങൾ രണ്ടാളും ഒന്നായി.
സൂറാബിയാത്താന്റെ നമ്പർ ഉണ്ടോ നിങ്ങളേക്ക? കൊടുക്കല്ലിമാ, ടൂറ് മുടക്കാനാണ്. മുടക്കാനൊന്നല്ല പൊന്നാരമ്മ, അങ്ങക്ക് സൂറാബിയാത്താന്റെ മാതിരി ഐസ് ഇങ്ങനെ വാരി എറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രിഡ്ജിലെന്താ ആണെടുത്ത് കാണാണ്ട് എറിഞ്ഞൂടി. ഞങ്ങൾ രണ്ടാളും കൂടി അന്നപ്പെടുന്ന എടുത്ത് കയറി. ആ എന്റെ മാ ആലന്തൂനിയാവില്ല അങ്ങനത്തെ ഒരു പിസ്കന്മാരെ ഞാൻ കണ്ടിട്ടില്ലോ. നമ്മൾ ഒരുമിച്ച് ടൂറാണ് പോവുക. ഐസുമലിയിൽ ഈ പാത്തും പോയി ഇന്ന് 4 ആളെ അറിയണം, വൈറലാവണച്ച്. അതോ എന്റെ ഉമ്മാക്കും നേരം വെളുത്തു. റിയാസാ കഴിഞ്ഞ് ഇങ്ങക്കും കൂടി നേരം വെളുക്കാനുള്ളൂ. അല്ലമ്മ, എന്നാ ഞമ്മക്ക് പോവാം. നീ ടെൻഷൻ അടിച്ചല്ലേ? ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാ. നീ ഇത് ആലോചിച്ചിട്ട് നിങ്ങൾ പ്രഷറും സുഗറും കൂട്ടല്ലേ. എന്നാ രണ്ടാളും പോയിക്കോളി. ഞാനൊന്ന് ആലോചിച്ചിട്ടെ എത്ര ഡിഗ്രി സെൽഷ്യസില് നിങ്ങളെ ശരീരം നിൽക്കുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് വെറുമൊഴിച്ച് മൂട് കഴിഞ്ഞാല് ഞാൻ എന്ത് ചെയ്യും? അപ്പൊ അതിന്റെ കാര്യങ്ങളും കൂടി ഒന്ന് പഠിച്ചിട്ടെ ഞാൻ. ഹോ, എന്നാലെന്റെ സൂറാബിയാത്ത ഈ ജാതി പണി നിങ്ങൾ ഞങ്ങൾക്ക് തരല്ലിട്ടാ.